Hello dears, welcome back to Xylem Learning. It's me Rima Vizana. Towards South Indian History. ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് സംഘം കൃതികൾ, സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ പ്രാചീന തമിഴകം ഭരിച്ചുകൊണ്ടിരുന്നത് ആരായിരുന്നു? ചേരന്മാര്, ചോളന്മാര്, പാണ്ഡ്യന്മാർ അല്ലെ. ഇവർ ഭരിച്ചിരുന്ന സമയത്ത് എന്താണ്? ഇവരെ മൂവേന്തന്മാരെന്നൊക്കെയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു പ്രാചീന തമിഴകത്തെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇത്തരത്തിലുള്ള പഴംതമി പാട്ടുകൾ, നാണയങ്ങൾ, ട്രാവൽ ലോഗ്സുകൾ, ലിഖിതങ്ങൾ, ഇതിലൂടെയൊക്കെയാണെന്ന് നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് നമ്മുടെ പ്രാചീന തമിഴകത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രാചീന തമിഴകത്തെ കുറിച്ച് വിവരങ്ങൾ കിട്ടിയത് എന്താണെന്നറിയോ? പഴംതമി പാട്ടുകൾ. ഓക്കെ, പഴംതമി പാട്ടുകളുടെ സമാഹാരമായ സംഘ സാഹിത്യ കൃതികളിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ സംഘം ലിറ്ററേച്ചർ? യെസ്, എന്താണ് നോക്കാം. അതിനു മുമ്പ് ആരായിരുന്നു ഈ സംഘം? സംഘം എന്ന് പറയുന്നത് മധുര കേന്ദ്രമാക്കിയിട്ട് പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടത്തെയായിരുന്നു നമ്മൾ സംഘം എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സംഘം വേർ ഗ്രൂപ്പ്സ് ഓഫ് തമിഴ് പോയറ്റ്സ് സെൻറ്റേർഡ് അറൌണ്ട് മധുര. മധുര കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘം എന്ന് പറയുന്നത്. ഇവർ ആ ഒരു കാലത്ത് എന്താണ്? യെസ്, ഈ സംഘം കളക്റ്റഡ് ആൻഡ് പ്രിസർവ്ഡ് അല്ലെ. അവർ കളക്ട് ചെയ്യുകയും പ്രിസർവ് ചെയ്യുകയും ചെയ്തു. എന്താ? ദ സോങ്സ് ഓഫ് ദ സിംഗേഴ്സ് ഓഫ് ദാറ്റ് ടൈം. ആ സമയത്തുള്ള ഗായകരുടെ ഒക്കെ സോങ് ഒക്കെ ഇവർ കളക്ട് ചെയ്ത് വെക്കും. അതായിരുന്നു എന്ത്? സംഘം കൃതികൾ അഥവാ സംഘം വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഈ കാലഘട്ടത്തെ സംഘകാലം, ഇവരുടെ ഈ ഒരു കാലഘട്ടത്തെ സംഘം ഏജ് എന്ന് കൂടി എന്താണ് വിളിക്കപ്പെടുകയുണ്ടായി. അതുപോലത്തെ പ്രധാനപ്പെട്ട സംഘ സാഹിത്യ കൃതികളാണ് ഇവിടെ കൊടുത്തത്. നെറ്റിണി, പതിറ്റുപ്പത്ത്, അകനാനൂറ്, കുറുന്തൊക്കെ എന്ന് പറയുന്നതൊക്കെ പ്രധാനപ്പെട്ട സംഘം ലിറ്ററേച്ചർ വർക്ക്സ് ആണ്. അതുപോലെ ഈ ഒരു സംഘകാലത്ത് അവിടെയുള്ള ആളുകൾ അല്ലെ, സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം നമുക്ക് ഇവിടുത്തെ സോഷ്യൽ ലൈഫ് നോക്കാം. ഓക്കെ, സംഘകാലത്ത് ഇവരുടെ എന്താണ് മെയിൻ ആയിട്ടുള്ള സോഷ്യൽ ലൈഫ്, സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു ചോദിക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് എന്താണ്? തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. ദർ എക്സിസ്റ്റഡ് എ സോഷ്യൽ ഡിവിഷൻ ബേസ്ഡ് ഓൺ ഒക്യുപ്പേഷൻ അല്ലെ. ഓരോരുത്തരുടെ എന്താണ്? തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്താണ്? അവിടെ സാമൂഹികമായിട്ടുള്ള വേർതിരിവുകളൊക്കെ വിഭജനം ഉണ്ടായിരുന്നു. അതുപോലെ ദർ വർ നോ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സാമൂഹികമായിട്ടുള്ള ഒരു തരത്തിലുള്ള എന്താണ് വേർതിരിവുകളും അന്ന് സംഘകാലത്ത് ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, അവിടെ ജെൻഡർ ഈക്വാലിറ്റി എക്സിസ്റ്റഡ്, സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. ഓക്കെ, എന്താണ്? ഒക്യുപ്പേഷനെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് സാമൂഹികമായിട്ടുള്ള എന്താണ് വിഭജനം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്? ദർ ഈസ് നോ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതവിടെ യാതൊരു തരത്തിലുള്ള എന്താണ് സാമൂഹിക വിവേചനങ്ങളിലായിരുന്നു. അതുപോലെ സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, ഇവിടുത്തെ എക്കണോമിക് ലൈഫ്, പൈസ എങ്ങനെ ഉണ്ടായതാണ്, അവർക്ക് എങ്ങനെയായിരുന്നു അവരുടെ എക്കണോമിക് ലൈഫ് എങ്ങനെയായിരുന്നു എന്നാണ് ഇനി പറയുന്നത്. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ്സ്. കാറ്റിൽ റിയറിംഗ്, കൃഷി ഉണ്ടായിരുന്നു. കാറ്റിൽ റിയറിംഗ്, കന്നുകാലികളെ വളർത്തലുണ്ടായിരുന്നു. ഫിഷിംഗ് ഉണ്ടായിരുന്നു, മീൻ വളർത്തലുണ്ടായിരുന്നു. മീൻ പിടിക്കൽ, ഫിഷിംഗ് ഉണ്ടായിരുന്നു. ഹണ്ടിങ് ഉണ്ടായിരുന്നു, അതായത് വേട്ടയാടലുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട എന്താണ് ഉപജീവന മാർഗങ്ങൾ എന്ന് പറയുന്നത്. കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട ഉപജീവനം. കന്നുകാലികളെ മേയ്ക്കുക, മീൻ പിടിക്കുക, വേട്ടയാടുക, അതൊക്കെ എന്താണ് അവരുടെ മറ്റു ഉപജീവന മാർഗങ്ങളായിരുന്നു. അതുപോലെ ഇവർക്ക് വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. എന്താണ്? ദർ എക്സിസ്റ്റഡ് ട്രേഡ് റിലേഷൻ വിത്ത് ഫോറിൻ കൺട്രീസ്. എന്താണ്? നല്ലൊരു വ്യാപാര ബന്ധം ആർക്കുണ്ടായിരുന്നു? യെസ്, സംഘക്കാർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനം, മെയിൻ ആയിട്ട് എന്താണ് പെപ്പർ, അതായത് സ്പൈസസ് ഒക്കെ ആയിരുന്നു പ്രധാനമായി വിദേശികള് നമ്മുടെ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവർ ഇങ്ങോട്ട് തന്ന എന്താണ് വെള്ളി, ചെമ്പ്, സ്വർണ്ണം, ഇതൊക്കെ അവർ ഇവിടേക്ക് കൊണ്ടും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പെപ്പർ ആൻഡ് അതർ സ്പൈസസ് were the main items bought by the foreigners. They brought എന്താണ് കോപ്പർ, സിൽവർ, ഗോൾഡ് അല്ലെ. അവരിതൊക്കെ എന്താണ് ചെമ്പ്, വെള്ളി, സ്വർണ്ണം ഒക്കെ എന്താണ് അവർ ഇങ്ങോട്ടേക്ക് എന്താണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് മെയിൻ ആയിട്ട് സ്പൈസസ് അല്ലെ, നമ്മുടെ പെപ്പർ ഒക്കെ അടങ്ങിയിട്ടുള്ള സ്പൈസസ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും പഠിക്കുക കേട്ടോ. സോഷ്യൽ ലൈഫും എക്കണോമിക് ലൈഫും എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. എക്കണോമിക് ലൈഫ് എന്താണ്? അഗ്രികൾച്ചർ, കാറ്റിൽ റിയറിംഗ്, ഹണ്ടിങ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ എന്താണ്? യെസ്, വിദേശീയരുമായിട്ട് എന്താണ് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ട് എന്താണ് വിദേശികൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് സ്പൈസസ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു. അതുപോലെ ഇങ്ങോട്ട് എന്താണ് ഗോൾഡ് ഒക്കെ അല്ലെ, അതായത് കോപ്പർ, ഗോൾഡ്, അതുപോലെയൊക്കെയാ ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത് നിർബന്ധമായിട്ട് പഠിച്ചോ, എക്സാമിന് എന്തായാലും ചോദിക്കും കേട്ടോ. അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. ബൈ ഗൈസ്.